ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം. 2023 ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ദേശീയ ബഹിരാകാശ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പുതുതലമുറയിൽ ശാസ്ത്ര അവബോധവും ജിജ്ഞാസയും വളർത്തുക, ബഹിരാകാശ ഗവേഷണ രംഗത്ത് രാജ്യത്തിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നിവയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് ISROയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, സംസ്കാരം എന്നിവയിലെ സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27ാമത് സമ്മേളനത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷത വഹിക്കും. സന്ദർശനവേളയിൽ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സംരംഭകത്വം, നൂതനാശയങ്ങൾ, സാമൂഹിക വികസനം എന്നീ മേഖലകളിൽ യുവാക്കൾക്കുള്ള അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനായുള്ള സംയുക്ത പ്രസ്താവന അംഗീകരിച്ച് ബ്രിക്സ് യുവജനകാര്യ മന്ത്രിമാരുടെ യോഗം. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കൾ പങ്കാളികളാകണമെന്ന് വിശാഖപട്ടണത്ത് ഇന്നലെ സമാപിച്ച മന്ത്രിതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. യോഗത്തോടനുബന്ധിച്ച് ദക്ഷിണാഫ്രിക്ക, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുമായി ശ്രീ മാണ്ഡവ്യ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് ഇന്ന് ബ്രിക്സ് കായിക മന്ത്രിമാരുടെ യോഗം നടക്കും. 11 അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ യുവജനകാര്യ കായിക സഹമന്ത്രി രക്ഷാ ഖഡ്സെയും സംബന്ധിക്കും. രാഷ്ട്രസുരക്ഷ, പരമാധികാരം എന്നിവ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അഹിംസയും സമാധാനവും ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അഹിംസയുടെ മൂല്യത്തെ ബലഹീനതയായി കരുതരുതെന്നും ന്യൂഡൽഹിയിൽ നടന്ന ഒരു ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ജൈനമതത്തിന്റെയും ജൈന പാരമ്പര്യങ്ങളുടെയും സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു. अहिंसा का अर्थ केवल इतना ही नहीं है कि किसी को की हत्या मत करो, किसी को मारा नहीं जाना चाहिए. अहिंसा का अर्थ है मन, वचन और कर्म से किसी भी रूप से किसी को पीड़ा न पहुंचाई. अहिंसा के मूल्य को हमारी कमजोरी किसी भी सूरत में नहीं समझी जानी चाहिए. हमारे अहिंसा को गलत मत समझो. अहिंसा और शांति हमारी संस्कृति है. പനാമ പതാക വഹിക്കുന്ന MV ഓഷ്യൻ വിന്നർ ചരക്കു കപ്പൽ ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി. ഒഡീഷയിൽ നിന്ന് 72,100 മെട്രിക് ടൺ ഇരുമ്പയിരുമായി സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ 24 ജീവനക്കാരുണ്ടായിരുന്നു. കേരളത്തിൽ ഓണാഘോഷ പരിപാടികൾ ആവേശത്തോടെ തുടരുന്നു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ടൂറിസം ഓണം വാരാഘോഷം നാളെ വൈകിട്ട് 5:30 തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷത വഹിക്കും. ചലച്ചിത്ര താരം കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഈ മാസം 30 വരെ നടക്കുന്ന ഓണം വാരാഘോഷത്തിൽ തലസ്ഥാനത്ത് മാത്രം 35 വേദികളിൽ 340-ലേറെ കലാപരിപാടികളാണ് അരങ്ങേറുക. ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന 72ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ഇതാദ്യമായാണ് കൊല്ലം അരോമ ക്ലബ് നെഹ്റു ട്രോഫി സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത്. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ.
1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തതോടെ തീരുമാനം പ്രാബല്യത്തിൽ വന്നു. TV സംപ്രേഷണ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ കണക്കിലെടുത്ത് പരസ്യ സമയ പരിധിയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ മേഖല വലിയ തോതിൽ പരസ്യങ്ങളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും ഡിജിറ്റൽ മാധ്യമങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരമ്പരാഗത TV ചാനലുകൾക്ക് തുല്യമായ മത്സര സാഹചര്യം ലഭിക്കുന്നില്ലെന്നും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വളത്തിന്റെ ലഭ്യത ആവശ്യത്തിനുണ്ടെന്നും കർഷകർക്ക് വളം കൃത്യമായി ലഭിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ. നിലവിലുള്ള ഖാരിഫ് സീസണിലേക്കും വരാനിരിക്കുന്ന റാബി സീസണിലേക്കുമുള്ള വളം വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ വകുപ്പ് സെക്രട്ടറിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി നിയമിതരായ BJP ദേശീയ ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തി. പാർട്ടി അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് BJP ഒരു മാസം നീണ്ടുനിൽക്കുന്ന സേവാ സങ്കൽപ് അഭിയാൻ എന്ന പേരിൽ രാജ്യവ്യാപക പരിപാടി സംഘടിപ്പിക്കുമെന്ന് BJP ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ യോഗത്തിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായ തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രഖ്യാപനം. പുതിയ സമഗ്ര വ്യാപാര കരാറിനായി കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി അമേരിക്കയുമായി ആത്മാർത്ഥമായ ചർച്ചകൾ നടന്നെന്നും തുടർ ചർച്ചകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ കനേഡിയൻ പ്രതിനിധികളോട് വാഷിംഗ്ടണിൽ നിന്നും മടങ്ങാൻ നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഏകദേശം $28 ബില്യൺ മൂല്യമുള്ള കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അമേരിക്ക 50% താരിഫ് ഏർപ്പെടുത്തുകയായിരുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 25 വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളം, കന്യാകുമാരി തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയം അംഗീകാരം നൽകി. സംഘത്തിൽ 265 പുരുഷ കായിക താരങ്ങളും 227 വനിതാ താരങ്ങളും ഉൾപ്പെടുന്നു. അത്ലറ്റിക്സിലാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങളുള്ളത്, 73 പേർ. വിശദാംശങ്ങളിലേക്ക്. 2 തവണ ഒളിമ്പിക്സ് മെഡൽ നേടിയ ജാവലിൻ താരം നീരജ് ചോപ്ര, ലോങ് ജമ്പർ മുരളി ശ്രീശങ്കർ, ദീർഘദൂര ഓട്ടത്തിൽ ഗുൽവീർ സിംഗ് തുടങ്ങിയവർ അത്ലറ്റിക്സ് സംഘത്തിലുണ്ട്. 20 അംഗ ബാഡ്മിന്റൺ ടീമിൽ PV സിന്ധു, ലക്ഷ്യ സെൻ, ആയുഷ് ഷെട്ടി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അണിനിരക്കുന്നു. വനിതാ ഡബിൾസ് ജോഡികളായ ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, പുരുഷ ഡബിൾസ് സഖ്യമായ സാത്വിക് സായിരാജ്, രംഗിറെഡ്ഡി, ചിരാഗ് ഷെഡ്ഡി എന്നിവരും ടീമിലുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലവ്ലിന ബോർഗോഹെയ്ൻ, നരേന്ദ്ര ബെർവാൾ, ജാദുമണി സിംഗ് തുടങ്ങിയ 11 അംഗങ്ങളാണ് ബോക്സിംഗ് ടീമിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭുവനേശ്വറിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് സിൽവർ ലെവൽ കോണ്ടിനെന്റൽ ടൂർ 2026 ഇന്ത്യൻ താരങ്ങളായ രോഹിത് യാദവ് ജാവലിൻ ത്രോയിലും മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിലും സ്വർണം നേടി. അവസാന ശ്രമത്തിൽ 87.68 മീറ്റർ ദൂരം എറിഞ്ഞാണ് 25-കാരനായ രോഹിത് യാദവ് ജാവലിൻ കിരീടം സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ 8.07 മീറ്റർ ദൂരം കടന്നാണ് മുരളി ശ്രീശങ്കർ ഒന്നാമതെത്തിയത്. അഖിലേന്ത്യാ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വീഴ്ച വരുത്തിയതിന് എഡ്യൂക്കിറ്റി കരിയർ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. സ്ഥാപനത്തെ NTA സമിതിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ജയ്പൂരിലെ പരീക്ഷാ കേന്ദ്രത്തിലുണ്ടായ വൈദ്യുതി തടസ്സം കാരണം ഇന്നലെ 49 പേർക്ക് പരീക്ഷ പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്ത മാസം 1-ാം തീയതി പുനഃപരീക്ഷ നടത്തുമെന്ന് NTA അറിയിച്ചു. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഇന്ന് ഗുരുവായൂരിൽ റെക്കോർഡ് വിവാഹങ്ങൾ. പുലർച്ചെ 4 മണിയോടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചു. 440ഓളം വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 2 ദിവസത്തെ റഷ്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ-റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27ാമത് സമ്മേളനത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. ടെലിവിഷൻ ചാനലുകൾക്കുള്ള 12 മിനിറ്റ് പരസ്യ സമയപരിധി ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം രാജ്യം ഇന്ന് ദേശീയ ബഹിരാകാശ ദിനം ആചരിക്കുന്നു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ചൊവ്വാഴ്ച വരെ കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
അടുത്ത മാസം ജപ്പാനിൽ ആരംഭിക്കുന്ന ഏഷ്യൻ ഗെയിംസിനായി 492 അംഗങ്ങളുള്ള ഇന്ത്യൻ സംഘത്തിന് കായിക മന്ത്രാലയത്തിന്റെ അംഗീകാരം. അമേരിക്കയുടെ പുതിയ ഇറക്കുമതി തീരുവകൾക്ക് സമാനമായി തിരിച്ചടി നൽകുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.